ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ, പോസിറ്റീവ് എനർജിയോടെ ഇരിക്കാൻ, പോസിറ്റീവ് വൈബ്രേഷനോടെ ഇരിക്കാൻ സഹായിക്കുന്ന 5 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ട്രീ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ശുഭചിന്തയിലൂടെ, ശുഭസങ്കല്പത്തിലൂടെ ഒരു ശുഭജീവിതം നയിക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട്, രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതായത് ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിലെ 10 ബ്ലെസ്സിങ്സിനെ കുറിച്ച്, 10 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് എഴുതി തയ്യാറാക്കിയ ശേഷം അത് ഓരോന്നും ഉറക്കെയോ അല്ലെങ്കിൽ മനസ്സിലോ വായിച്ചുകൊണ്ട് നന്ദി 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 എന്ന് 3 തവണ പറയുക. പിന്നെ ആ ദിവസം മുഴുവനും എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടെ, വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യം വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അത് ചെയ്തു തീർത്തതിൽ ഒരു ഗുഡ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഒന്നാമത്തേതാണ് ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ബ്രെയിനിലും ഒക്കെ സന്തോഷത്തിൻ്റെതായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കാരണം തന്നെ നമ്മൾക്ക് ആ ദിവസം മുഴുവനും സന്തോഷത്തോടെ, ഹാപ്പിയായിട്ട്, എനർജറ്റിക്കായിട്ട് ഇരിക്കാൻ സാധിക്കുകയും ക്ലിയറായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമം, ഉദാഹരണമായിട്ട് നടക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓടുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു വ്യായാമം നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദിവസം മുഴുവനും ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതായിരിക്കും. പിന്നെ വളരെ സിമ്പിളായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് 4-മത്തേത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയം വരെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും, അതായത് നമ്മൾ കാണുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നല്ല കാഴ്ചകൾ, ഇങ്ങനെ ഓരോന്ന് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് നല്ല കാര്യം സംഭവിച്ചാലും ഇത് എനിക്ക് സംഭവിച്ചതിൽ എനിക്ക് വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ചായ കുടിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. അങ്ങനെ ലൈഫിലെ നല്ല കാര്യങ്ങൾ എല്ലാം നോട്ടീസ് ചെയ്തുകൊണ്ട് അത് സംഭവിക്കുന്ന സമയത്ത് തന്നെ അതിനായിട്ട് സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ദിവസം മുഴുവനും നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ ഹൈ ആയിട്ട് വയ്ക്കാനും ദിവസം മുഴുവനും ഹാപ്പി ആയിട്ടിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടാവും. അത് നമ്മളുടെ ലൈഫിലെ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ആണെങ്കിൽ പോലും അതിനു വേണ്ടി നമ്മൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. പിന്നെ 5-മത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രചോദനം കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് മാറുക. നമ്മളുടെ ഒരു സുഹൃത്തിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കാറില്ലേ? അതുപോലെ നമ്മൾ സ്വയം നമ്മളുടെ കൂടെ നിൽക്കുക, നമ്മുടെ ഫ്രണ്ടായിട്ട് മാറുക. അങ്ങനെ നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ടോക്ക് ചെയ്യുക. വളരെ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം നമ്മളോട് പറയുക. ഇതിനെക്കാട്ടി വലുത് എൻ്റെ ലൈഫിൽ സംഭവിച്ചപ്പോഴും ഞാൻ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സംഭവം കടന്നുപോയി, ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ എൻ്റെ ലൈഫിൽ ഇതുണ്ടായതിന് ഞാൻ താങ്ക്ഫുള്ളാണ്. ഇതും കടന്നു പോകും, പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അതിനുള്ള കരുത്ത് എനിക്കുണ്ട്. അതിനുള്ള കരുത്ത് ദൈവം എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. എന്നോടൊപ്പം എപ്പോഴും ദൈവത്തിൻ്റെ സഹായം എന്നോടൊപ്പം എപ്പോഴുമുണ്ട്. അതിലെനിക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സ്വയം പ്രചോദനം നൽകാൻ ഞാനുണ്ട്. ഞാൻ ഇതിനു മുന്നിൽ പതറാതെ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതും കടന്നു പോകും, അപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് സ്വയം നിങ്ങൾ കംഫർട്ട് ചെയ്യുക, ആശ്വസിപ്പിക്കുക, പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അതിനെയും അതിജീവിക്കാൻ സാധിക്കും. ഒക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഷെയർ ചെയ്തത്. ഞാനിത് ബുക്ക് നോക്കിയൊന്നും വായിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ.
നമ്മളുടെ പ്രിയപ്പെട്ടവർ കൂടി സന്തോഷിക്കണ്ടേ? അതുകൊണ്ട് ഇത് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭചിന്തയിലൂടെ, ശുഭസങ്കല്പത്തിലൂടെ ഒരു ശുഭജീവിതം നയിക്കാൻ നമ്മളെ ഏവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.